2024 നമുക്ക് കിട്ടുന്ന ബേസ് ലൈൻ ഐഫോണാണ് ഐഫോൺ 16. അത് നമ്മളിവിടെ അൺബോക്സ് ചെയ്യുന്നത് ഐഫോൺ 16ന്റെ അൾട്രാ മെറീൻ എന്ന് പറഞ്ഞ കളറാണ്, അല്ലെങ്കിൽ ബ്ലൂ കളർ എന്ന് പറയാൻ പറ്റും. അതിവിടെ നമ്മൾ അൺബോക്സിങ് എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴുള്ള രീതി തന്നെയാണ്. അതായത് നമുക്ക് ചാർജിങ് ബ്രിക്കൊന്നും ഇല്ലാത്തൊരു അൺബോക്സിങ് എക്സ്പീരിയൻസ് ഇപ്പോൾ ആയിട്ട് കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്, നമുക്കൊരു ചാർജിങ് കേബിൾ മാത്രമാണ് കിട്ടുന്നത്. അതൊരു ബ്രേഡഡ് കേബിളാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡോക്യുമെൻറ്റേഷനകത്ത് ഈ വട്ടം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആപ്പിൾ സ്റ്റിക്കർ എന്ന് പറഞ്ഞ കാര്യം കിട്ടുന്നില്ല. അത് നമ്മളിവിടെ ഐഫോൺ 16ന്റെ ഡിസൈനൊക്കെ നോക്കുവാണെങ്കിൽ ഐഫോൺ 12ന് ശേഷം കിട്ടിയ ഡിസൈൻ എങ്ങനെയാണോ അത് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതായത് ആ ഒരു ഡിസൈൻ ഫോർമാറ്റിനകത്ത് ഇപ്പോൾ അധികം മാറ്റം വന്നിട്ടില്ല. പക്ഷേ നമുക്കിവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറ അലൈൻമെൻറ്റിനകത്തൊരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു വെർട്ടിക്കൽ ക്യാമറ പ്ലേസ്മെൻ്റ് ആണ് ബാക്കിൽ കിട്ടുന്നത്. അപ്പോൾ അതങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ സ്പേഷ്യൽ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് വിഷൻ പ്രോയ്ക്ക് വേണ്ടിയുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷന് വേണ്ടിയാണ് അങ്ങനെ വന്നേക്കുന്നത്. അത് ഈ ഒരു ഡിസൈനകത്ത് അങ്ങനെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഐഫോൺ 16 ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ എളുപ്പം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഡിസൈൻ, അതിൻ്റെ ഒരു കോർ ഡിസൈൻ ടീം എന്ന് പറയുന്നത് നമുക്ക് ഐഫോൺ 12 എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വട്ടത്തെ കളേഴ്സ്, അതായത് ഐഫോൺ 16 കളേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൈബ്രൻ്റ് ആയ ഒരു കളേഴ്സാണ്. അതായത് ഐഫോൺ 15 ആയ സമയത്ത് ഒരു മ്യൂട്ടഡ് ടോൺ ആയിരുന്നു കളറിനെല്ലാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കളേഴ്സ് കുറച്ചുകൂടെ വൈബ്രൻ്റ് ആയിട്ട് തന്നെ നിൽക്കുവാണ്. പ്രത്യേകിച്ച് നമുക്ക് അലുമിനിയം ഫ്രെയിം നോക്കാൻ നേരത്ത് തന്നെ ആ ഒരു കളർ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ഗ്ലാസ് നോക്കുവാണെങ്കിൽ നമുക്ക് ക്യാമറ സെക്ഷൻ്റെ അവിടെ വരുന്ന ഗ്ലാസ് പോർഷൻ എന്ന് പറയുന്നത് അത് ആ വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതും എനിക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇൻഹാൻഡ് ഫീൽ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഐഫോൺ 15ഉം 14ഉം മേടിച്ചല്ല, പ്രത്യേകിച്ച് 15നകത്ത് തന്നെ ഈ ബാക്ക് ഗ്ലാസ് മാറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടെക്സ്ചർ തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ ഇൻഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ്. അതും ഡിസൈനകത്ത് ഇപ്പം ഐഫോൺ 12ന് ശേഷം ഡിസൈൻ മാറ്റം വന്നിട്ടില്ലെന്ന് പറഞ്ഞാലും ഈ ഒരു ഡിസൈൻ അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ഒരു ഡിസൈൻ തന്നെയാണ്. പിന്നെ നമുക്ക് ഐഫോൺ 16നകത്ത് ബാക്കിയുള്ള ഐഫോൺ ബേസ് ലൈനിൽ നിന്ന് മാറ്റമായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ഷൻ ബട്ടൺ ഈ വട്ടം കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വട്ടം നമുക്ക് മ്യൂട്ട് അൺമ്യൂട്ട് സ്ലൈഡർ തന്നെയായിരുന്നു. പക്ഷേ ഈ വട്ടം നമുക്ക് ആക്ഷൻ ബട്ടണിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നൊരു ബട്ടൺ തന്നെയാണ്. ഐഫോൺ 15 പ്രോയിൽ എങ്ങനെയായിരുന്നു ആ ഒരു ബട്ടൺ തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് വേറൊരു ബട്ടൺ കിട്ടുന്നുണ്ട്. പക്ഷേ ആപ്പിൾ അതിനൊരു ബട്ടണായിട്ടൊന്നും അല്ല പറയുന്നത്, അതിന് പകരം ക്യാമറ കൺട്രോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഉപയോഗിക്കുമ്പോഴത്തേക്കും ആ ക്യാമറയ്ക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബട്ടനാണ്. അപ്പോൾ ഈ ക്യാമറ കൺട്രോളിനകത്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫിസിക്കൽ ബട്ടൺ തന്നെയാണ്. അതായത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീൽ അറിയാൻ പറ്റുന്നുണ്ട്, ഇതൊരു ബട്ടൺ ആണെന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഒരു ടച്ച് സെൻസിറ്റീവ് ലെയർ കൊടുത്തിട്ട് നമുക്ക് വേറെ കുറച്ച് ഫീച്ചേഴ്സ് ഉള്ള രീതിയിൽ, അതായത് നമുക്ക് ഒരു ഷോർട്ട് പ്രസ്സും ലോങ് പ്രസ്സും ഒക്കെ ചെയ്യേണ്ട രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബട്ടണിനകത്ത് നമ്മൾ പ്രസ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്യാമറ ഓപ്പൺ ആവും. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ ഈ ബട്ടണിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് മാത്രമല്ല, വേറെ കാര്യം ഇവിടെ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലൈറ്റ് പ്രസ് ചെയ്യുവാണെങ്കിൽ, അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ ഒരു സ്പെസിഫിക് ഒരു കാര്യം ചെയ്തേക്കുന്നത്. അതായത് ഇതിനു വേണ്ടി ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ലൈറ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷോർട്ട് ക്ലിക്ക് കിട്ടിയിട്ട് നമുക്ക് പിന്നെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത്, ഞാൻ പറഞ്ഞില്ല ടച്ച് സെൻസിറ്റീവ് ലെയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റീവ് ടച്ച് സെൻസിറ്റീവ് ലെയർ ആണ്. നമ്മളവിടെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കൺട്രോളാണോ അവിടെ കാണിക്കുന്നത് ആ കൺട്രോളിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്കിപ്പോൾ സൂം ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫിക് സീൻ മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ എന്ത് കാര്യമാവട്ടെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അത് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഫൈനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങൾക്ക് അടുത്തൊരു സെറ്റിങ്ങിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഡബിൾ ലൈറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സെറ്റിങ്ങിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ക്യാമറ കൺട്രോൾ ഇവിടെ ചെയ്തേക്കുന്നത്. അതും നമുക്കിത് ലാൻഡ്സ്കേപ്പിലും പോർട്രേറ്റിലും വർക്ക് ആവുന്നുണ്ട്. അതായത് നമുക്ക് പോർട്രേറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലേസ്മെൻറ്റ് കുറച്ച് താഴെയായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഏറ്റവും നല്ലോണം വർക്ക് ആവുന്നത് നമ്മൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസോ വീഡിയോസോ എടുക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ അതുമായിട്ട് യൂസ് ടു ആകുമ്പോഴത്തേക്കും അത് നമുക്ക് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നും. പക്ഷേ അതൊരു അത്യാവശ്യമുള്ളൊരു ഫീച്ചറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അൺബോക്സ് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ അത്ര ഭയങ്കരമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ഉപയോഗിച്ച് കുറേ കാലം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇതുമായിട്ട് യൂസ് ടു ആകുമ്പോഴത്തേക്കും ഇത് നമുക്കൊരു നല്ല ഫീച്ചറായിട്ട് തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ കൺട്രോളിനകത്ത് തന്നെ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറിൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഇൻ്റലിജൻസ് ആണ് ഈ ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈപ്പായിട്ട് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ ഫോൺ ഇപ്പോൾ ലോഞ്ച് ആയ സമയത്ത് നമുക്ക് ആ ഒരു ഫീച്ചർ കിട്ടുന്നതല്ല. അതായത് ആ ഒരു കാര്യം അവർ ലോഞ്ച് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ടില്ല. അത് iOS 18.1 വരുന്നത്. അതിപ്പോഴും ബീറ്റ വേർഷനിൽ കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്കത് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫീച്ചർ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളൊരു ഐഫോൺ 15 14 ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് വലിയ വ്യത്യാസം തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര വ്യത്യാസം തോന്നാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിസ്പ്ലേ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 15 14 അതിനകത്ത് കണ്ട അതേ ഡിസ്പ്ലേ തന്നെയാണ്. 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. നമുക്ക് റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 60 ഹെർട്സ് വരെ പോകുന്നുള്ളൂ. പിന്നെ നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ടിപ്പിക്കൽ കണ്ടന്റ് കാണാൻ നേരത്ത് 1000 നിറ്റ്സ് വരെയും HDR കണ്ടന്റ് അല്ലെങ്കിൽ മാക്സിമം ബ്രൈറ്റ്നസ് ഉള്ള കണ്ടന്റ് കാണുവാണെങ്കിൽ നമുക്ക് 2000 നിറ്റ്സ് വരെയും പോകുന്ന ഒരു രീതിയാണ് വന്നേക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യത്യാസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മിനിമം ബ്രൈറ്റ്നസ് ലെവൽ 1 നിറ്റ്സ് വരെ പോകുന്നുണ്ട്. അതായത് നമുക്ക് നല്ല ഡിം ആവുന്ന രീതിയിലാണ് ഡിസ്പ്ലേ വന്നേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക്
ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ പരമായിട്ട് നിങ്ങൾക്ക് ആ ഐഫോൺ 15 കമ്പയർ ചെയ്യുകയാണെന്ന് നേരത്ത് ഭയങ്കര വ്യത്യാസമൊന്നും വരത്തില്ല. പക്ഷേ പ്രൊസസ്സറിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഇതിനകത്ത് A18 ചിപ്സെറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഐഫോൺ 15 കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് A16 ചിപ്സെറ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ റാമിനകത്ത് തന്നെ 8 GB റാമുള്ളൊരു ഫോണാണ് ഐഫോൺ 16 എന്ന് പറയുന്നത്. പിന്നെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹെവിയർ ടാസ്ക് ചെയ്യുമ്പോഴാണ്. പിന്നെ അത് ഞാനിവിടെ ഉപയോഗിച്ച സമയത്ത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ആവുന്നത്. ആ ഒരു 60 ഹെർട്സിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 120 ഹെർട്സ് ഉള്ള ഒരു ഐഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു പ്രശ്നമായിട്ട് തോന്നാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെർഫോമൻസ് പരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഈ ഒരു പ്രൊസസ്സർ പരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ക്യാമറ സിസ്റ്റം നോക്കാൻ നേരത്ത് നമുക്ക് ബാക്കിൽ വരുന്ന മെയിൻ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് 48 മെഗാ പിക്സൽ ക്യാമറയാണ്. അതുകൂടാതെ നമുക്കൊരു അൾട്രാവൈഡ് ക്യാമറയും വരുന്നുണ്ട്. അതൊരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. നമുക്ക് ഇവിടെ മാക്രോ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷനും ഈ അൾട്രാവൈഡ് വെച്ച് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ വീഡിയോ റെക്കോർഡിങ്ങിന് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഐഫോൺ 16 അതായത് ബേസ് ഐഫോൺ 16 നമുക്ക് 4K 60 FPS വരെയുള്ള വീഡിയോ എടുക്കാനേ ഓപ്ഷനുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് 4K 120 FPS എന്ന് പറയുന്ന ഓപ്ഷൻ ഐഫോൺ 16 പ്രോയിലും പ്രോ മാക്സിനകത്താണ് വരുന്നത്. പിന്നെ ഈ ക്യാമറയുടെ കാര്യങ്ങൾ, അതായത് ക്യാമറ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ക്യാമറ ഉപയോഗിച്ച് നോക്കിയുള്ളൂ. അപ്പോൾ ഉപയോഗിച്ച സമയത്ത് ഐഫോണിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഐഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല തന്നെയാണ്. അപ്പം നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് പ്രോപ്പറായിട്ടുള്ള ഫോട്ടോ കാര്യങ്ങളും വീഡിയോ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ റിവ്യൂവിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അത് മിസ് ചെയ്യണമെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇവിടെ ബാറ്ററിക്കകത്ത് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നൊരു കാര്യം ആപ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാറ്ററിയുടെ കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ കുറച്ച് ഉപയോഗിച്ച സമയത്ത് തന്നെ ബാറ്ററി ഡ്രോപ്പ് അങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നില്ല. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ എനിക്കിതിൻ്റെ സ്പീക്കർ സിസ്റ്റം അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നല്ല ലൗഡായിട്ടും ക്ലാരിറ്റിയോട് കൂടിയാണ് നമുക്ക് ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം വർക്ക് ആവുന്നത്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ വൈഫൈയും ബ്ലൂടൂത്തിൻ്റെ കാര്യം പറയാൻ നേരത്തെ തന്നെ കണക്റ്റിവിറ്റി ഇഷ്യൂസ് ഞാൻ കണ്ടില്ലായിരുന്നു. അതും വൈഫൈ വേർഷൻ എന്ന് പറയുന്നത് വൈഫൈ 7 ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് നെറ്റ്വർക്കിനകത്ത് തന്നെ 5G സപ്പോർട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. അതും നെറ്റ്വർക്കിനകത്തും എനിക്ക് നെറ്റ്വർക്ക് ഡ്രോപ്പോ കാര്യങ്ങളൊന്നും തോന്നിയതുമില്ല. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഈ ഫോണിൻ്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ ബേസ് വേരിയൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 80,000 ഇന്ത്യൻ റുപ്പീസിനടുത്താണ് വരുന്നത്. അതും ബേസ് വേരിയൻ്റെ സ്റ്റോറേജ് 120 GB ഉള്ളൂ. അപ്പോൾ ഈ 120 GB സ്റ്റോറേജ് എന്ന് പറയുന്നത് എനിക്ക് കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം 256 GB വേരിയൻ്റ് തന്നെ എടുക്കണം. അപ്പോൾ അതിലേക്ക് പോവുകയാണെങ്കിൽ ഏതാണ്ട് 90,000 റേഞ്ചിലേക്ക് പ്രൈസ് പോകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറഞ്ഞിരിക്കും. പക്ഷേ അവരുടെ ഒഫീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത്, അതായത് 256 GB വേരിയൻ്റെ ഒഫീഷ്യൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം കൂടിയൊരു പ്രൈസിംഗ് തന്നെയാണ്. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഫീച്ചറായ ആപ്പിൾ ഇൻ്റലിജൻസ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ കാണാനും പറ്റുന്നില്ല. പക്ഷേ ഈ ഫോൺ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് 8 GB റാം വരുന്നതുകൊണ്ട് തന്നെ ലോങ് ടേം നോക്കാൻ നേരത്ത് ഒരുപാട് കാലം സപ്പോർട്ടുള്ളൊരു ഫോൺ തന്നെ ആയിരിക്കും. അതും ഈ AI ഫീച്ചേഴ്സ് കുറേ കൂടെ ഡെവലപ്പായി കഴിയുമ്പോഴത്തേക്കും അപ്പോഴായിരിക്കും ഈ ഫോണിൻ്റെ കുറച്ചുകൂടെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. അതും ഞാനിവിടെ അൺബോക്സ് ചെയ്ത് ഇത്ര നേരം ഉപയോഗിച്ച സമയത്ത് എനിക്ക് ഈ ഫോണിൻ്റെ യൂസർ എക്സ്പീരിയൻസ് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഐഫോൺ 15 കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എന്തായാലും തോന്നാൻ സാധ്യതയില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ കോർ ഫീച്ചേഴ്സ് എല്ലാം ലോഞ്ച് ആയി കഴിയുമ്പോഴത്തേക്കും ഒരു വിയർഡായ ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ ലോഞ്ച് ആയപ്പോൾ അല്ലെങ്കിൽ ഒരു ഫോൺ റിലീസായ സമയത്ത് അതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഹൈപ്പായിട്ടുള്ള ഫീച്ചർ വരാത്തത് ഒരു വല്ലാത്ത കാര്യം തന്നെയാണ്. പക്ഷേ ആ ഫീച്ചേഴ്സ് വന്നു കഴിയുമ്പോഴത്തേക്കുമായിരിക്കും ഈ ഐഫോൺ 16 ഇതിന് മുമ്പുള്ള ഐഫോൺസുമായിട്ടുള്ളൊരു വ്യത്യാസം നമുക്ക് നല്ലോണം മനസ്സിലാവുന്നത്. അതും ആ ഒരു കാര്യം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് അവസാനം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആപ്പിൾ ഒഫീഷ്യലായിട്ട് ഐഫോൺ 15, 14 വിൽക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തൊന്നും ഈ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചർ സപ്പോർട്ട് വരുന്നതായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം ഒരു ഐഫോൺ എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം എടുക്കാനാണ് ഞാൻ പറയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് വരുന്നതെങ്കിൽ നമുക്ക് കിട്ടാൻ പോണ യൂസർ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ബെറ്ററായി മാറും. അതായത് ഐഫോൺസ് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്ന രീതിയാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഐഫോൺ 15, 14 എടുക്കുന്നതിനകത്ത് ഒരു അർത്ഥമില്ലാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യും. അതും എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യം തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ ഫോണിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇവരുടെ AI ഫീച്ചേഴ്സ്, ആപ്പിളിൻ്റെ AI ഫീച്ചേഴ്സ് ഏറ്റവും ബെസ്റ്റായിട്ട് വരുവാണെങ്കിൽ ഒരു ബേസ് ഓപ്ഷനായിട്ട് എപ്പോഴും നോക്കാൻ പറ്റുന്ന ഒരു ഫോണായി മാറുന്നത് ഐഫോൺ 16 തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നടന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതിനൊക്കെ തന്നെ നിങ്ങൾക്ക് റിവ്യൂ കാണേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.